ജീവിതത്തിൽ വിശ്രമമില്ല, ഉണ്ടെങ്കിൽ അതിൻ്റെ പേരത്രേ മരണം. അല്ലാമ ഇക്ബാലിൻ്റെ ഈ കാവ്യമൊഴി ഓർക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന മുഖങ്ങളിലൊന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടേതാണ്. അത്രത്തോളം സമൂഹത്തോടും സമുദായത്തോടും പ്രതിബദ്ധത പുലർത്തിയ മഹാമരീചിയാണ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്നത് രാഷ്ട്രീയ പ്രതിയോഗികൾക്കിടയിൽ പോലും തർക്കത്തിനിടയില്ലാത്ത വിഷയമാണ്. പ്രശ്നപരിഹാരത്തിനായി കൊടപ്പനക്കൽ തറവാടിന്റെ പടവുകൾ കയറിയെത്തുന്ന സാധാരണ ജനങ്ങൾക്ക് പ്രത്യാശയുടെ കേന്ദ്രമായിരുന്നു പാണക്കാട്ടെ പൂമുത്ത്. കൊടപ്പനക്കൽ തറവാട്ടിൽ തങ്ങളെ കാണാനെത്തുന്നവർക്ക് അലവിക്കാക്കിയുടെ സുലൈമാനിയായിരുന്നു സ്പെഷ്യൽ. പിന്നീട് മറ്റെല്ലാം മറന്ന് സന്ദർശകരോടൊപ്പം ദീർഘനേരം അദ്ദേഹം ചെലവിടും. അവരുടെ ആവലാതികളും വേദനകളും ക്ഷമയോടെ കേട്ട് തങ്ങൾ പരിഹാരമരുളും. തങ്ങളുടെ മൃദുമന്ത്രണങ്ങൾ ആദർശമായി കണ്ട് നെഞ്ചിലേറ്റുന്ന ആയിരങ്ങൾക്ക് അദ്ദേഹം മാർഗദർശിയും ഉത്തമനായ നേതാവുമായിരുന്നു. ഒരു ചക്രവർത്തിയോട് സമാനമായ വ്യക്തിപ്രഭാവവും നേതാവാൻ വേണ്ടി മാത്രം ജനിച്ചതുപോലെ തോന്നിക്കുന്ന രൂപവും ലാളിത്യവും വിനയവുമാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മുഖമുദ്ര. അത് ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ച പുണ്യാത്മാവ് മായാത്ത ഓർമ്മയായി ജനഹൃദയങ്ങളിൽ ഇന്നും വസിക്കുന്നു. മന്ദസ്മിതം തൂകി സമാധാനത്തിന്റെ സൗഹൃദത്തിന്റെ പ്രഭ പരത്തി കടന്നുപോയ ശിഹാബ് തങ്ങളുടെ ഓർമ്മയ്ക്ക് 1.5 പതിറ്റാണ്ട് തികയുകയാണ്. 1430 ഷഅബാൻ 10 സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വിയോഗം. ഇസ്ലാമിന്റെ പ്രചാരണത്തിനായി യമനിലെ ഹലർമൗത്തിൽ നിന്ന് ഹിജറ 1181 കേരളത്തിലെത്തിയ ഷിഹാബ് കുടുംബത്തിലെ മുൻഗാമിയായ സയ്യിദ് ഷിഹാബുദ്ദീൻ അലിയുൽ ഹലറമിയുടെ പുത്രൻ സയ്യിദ് ഹുസൈൻ ഷിഹാബുദ്ദീൻ മകൻ സയ്യിദ് മുഹ്ലാർ തങ്ങൾ ഷിഹാബുദ്ദീൻ മകൻ സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളിലൂടെയാണ് ഷിഹാബ് കുടുംബം പാണക്കാട് കേന്ദ്രീകരിച്ചത്. പാണക്കാട് പുതിയ മാളിയേക്കിൽ സയ്യിദ് അഹമ്മദ് പൂക്കോയ തങ്ങളുടെയും പത്നി ആയിഷ ചെറുകുഞ്ഞി ബീവിയുടെയും മകനായി 1936 മെയ് 4 പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജനിക്കുന്നത്. പാണക്കാട് DMRD സ്കൂൾ, കോഴിക്കോട് MM ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നായാണ് തങ്ങൾ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം 2 വർഷം മലപ്പുറം തിരൂരിനടുത്ത തലക്കടത്തൂർ ദർസിലെത്തുകയും അവിടെ മുതൽ മതപഠനത്തിൽ വ്യാപൃതനാവുകയുമായിരുന്നു. 1956 കാനഞ്ചേരി പള്ളിയിലും മതപഠനത്തിനായി തങ്ങളെത്തി. പൊന്മള മൊയ്തീൻ മുസ്ലിയാരുടെ ശിക്ഷണത്തിൽ അദ്ദേഹം ഇസ്ലാമിനെയും ഇസ്ലാമിക തത്വങ്ങളെയും ആഴത്തിൽ പഠിച്ചു. ലക്ഷ്യപ്രാപ്തിയിലെത്താൻ തങ്ങൾക്ക് ഇനിയും ദീർഘദൂരം സഞ്ചരിക്കേണ്ടതുണ്ടായിരുന്നു. ഒടുവിൽ ഉപരിപഠനത്തിന്റെ ഭാഗമായി തങ്ങളെത്തിയത് ഈജിപ്തിലാണ്. 1958 ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന തങ്ങൾ 3 വർഷത്തെ പഠനം പൂർത്തിയാക്കി. ശേഷം 1961 മുതൽ 1966 വരെ കൈറോ യൂണിവേഴ്സിറ്റിയിലായിരുന്നു പഠനം. കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തങ്ങൾ ലിസാൻസ് അറബിക് ലിറ്ററേച്ചറിൽ ബിരുദം നേടി. യൂണിവേഴ്സിറ്റിയിലെ പഠനകാലത്ത് ഷെയ്ഖ് അബ്ദുൽ ഹലീം മഹ്മൂദ് എന്ന സൂഫി വര്യൻ നേതൃത്വം നൽകിയ പണ്ഡിത സദസ്സിൽ ശിഹാബ് തങ്ങൾ 3 വർഷത്തോളം തസവ്വുഫിൽ പഠനം നടത്തി. മാലിദ്വീപ് മുൻ പ്രസിഡന്റ് മഅ്മുൻ അബ്ദുൽ ഖയ്യൂം, മാലിദ്വീപ് വിദേശകാര്യമന്ത്രിയായിരുന്ന ഫാത്തുള്ള ജമീൽ എന്നിവർ ശിഹാബ് തങ്ങളുടെ സഹപാഠികളിൽ പ്രമുഖരാണ്. വിദേശ പഠനത്തിന് ശേഷം എഴുത്തും വായനയുമായി തന്റെ കൊച്ചുമുറിയിൽ ഒതുങ്ങിക്കൂടാനായിരുന്നു ആ ചെറുപ്പക്കാരന് ഏറെ താല്പര്യമുണ്ടായിരുന്നത്. അനേകം അറബ് പ്രസിദ്ധീകരണങ്ങളും ആനുകാലികങ്ങളും അദ്ദേഹം വായിക്കുമായിരുന്നു. ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ പഠനാർഹവും സാരസമ്പൂർണവുമായ അനവധി ലേഖനങ്ങൾ എഴുതി. അക്കാലത്ത് തന്നെയാണ് നവോത്ഥാന നായകൻ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ മകൾ ഷെരീഫ ഫാത്തിമ ബീവിയെ 1966 നവംബർ 24 അദ്ദേഹം വിവാഹം ചെയ്തത്. ഇവരുടെ നിര്യാണത്തിന് പിന്നാലെ ആയിഷ ബീവിയെയാണ് തങ്ങൾ വധുവാക്കിയത്. അങ്ങനെ അക്ഷരങ്ങളുടെ ലോകത്ത് മാത്രം ഒതുങ്ങിക്കൂടിയ അദ്ദേഹത്തിലേക്ക് യാദൃശ്ചികമായാണ് ഏറനാട് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനമെത്തിയത്. ഈ സ്ഥാനത്ത് തുടരുമ്പോഴാണ് വന്ധ്യപിതാവ് പൂക്കോയ തങ്ങൾ വഫാത്താകുന്നത്. തന്റെ 39-ാം വയസ്സിൽ പൂക്കോയ തങ്ങളുടെ നിര്യാണത്തെ തുടർന്ന് തങ്ങൾ ഏറെ വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള നിരവധി സംഘടനകളുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ അദ്ദേഹം നിർബന്ധിതനാകുന്നത്. അങ്ങനെ കേരള മുസ്ലിം സമൂഹത്തിന്റെ നായകസ്ഥാനം ദൈവഹിതം പോലെ അദ്ദേഹത്തിലേക്ക് കൈവന്നു. പിതാവിന്റെ മരണത്തെ തുടർന്ന് അതീവ ദുഃഖിതനായ തങ്ങളിലേക്ക് ഭാരിച്ച ഉത്തരവാദിത്തം കൂടി കൈവന്നപ്പോൾ BV അബ്ദുള്ള കോയയുടെയും മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിന്റെയും മുന്നിൽ സയ്യിദ് ശിഹാബ് തങ്ങൾ പൊട്ടിക്കരഞ്ഞെന്നാണ് ചരിത്രം.
കേരള മുസ്ലിം സമൂഹത്തെ ശരിയായ ദിശയിൽ നയിക്കുകയെന്ന ഉത്തരവാദിത്തപ്പെട്ട ചുമതല തന്റെ മേൽ വന്നപ്പോൾ അദ്ദേഹം വല്ലാതെ ആശങ്കപ്പെട്ടിരുന്നു. ഒരു സമുദായത്തിന്റെ നേതൃസ്ഥാനം ഏറ്റെടുത്തുള്ള പ്രവൃത്തി പരിചയം അദ്ദേഹത്തിന് അന്നുണ്ടായിരുന്നില്ല എന്നതാണ് കാരണം. സാമൂഹ്യ സേവന രാഷ്ട്രീയ രംഗത്ത് പ്രവൃത്തി പരിചയമില്ലാത്ത ശിഹാബ് തങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകിയത് CHഉം BV അബ്ദുള്ള കോയയുമായിരുന്നു. യുവാവായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ ഭാരിച്ച ഉത്തരവാദിത്തം എങ്ങനെ നിറവേറ്റുമെന്ന സംശയം അന്ന് പലർക്കും ഉണ്ടായിരുന്നു. അത്തരം പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങൾക്ക് കൂട്ടായത് അനുയായികളുടെയും അഭ്യുദയകാംക്ഷികളുടെയും പിന്തുണ ഒന്നു മാത്രമാണ്. മുസ്ലിം ലീഗിൽ മാത്രമല്ല UDFലും മർമ്മപ്രധാനമായ തീരുമാനമെടുക്കുമ്പോൾ ശിഹാബ് തങ്ങളുടെ അഭിപ്രായത്തിന് പ്രാമുഖ്യം നൽകുമായിരുന്നു. രാഷ്ട്രീയത്തിൽ തിരിച്ചടി നേരിടുമ്പോൾ അചഞ്ചലനായി നിലകൊള്ളാനും അവയെ സൗമ്യമായി നേരിടാനും ശിഹാബ് തങ്ങൾക്കറിയാമായിരുന്നു. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറി വന്ന ആ നേതൃപാടവം തന്നെയാണ് മുസ്ലിം ലീഗിനെ ഇന്നും ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനമായി നിലനിർത്തുന്നത്. എല്ലാ തർക്കങ്ങളും അഭിപ്രായ ഭിന്നതകളും ശിഹാബ് തങ്ങളുടെ സന്നിധിയിൽ എത്തുന്നതോടെ പരിഹരിക്കപ്പെട്ടിരുന്നു. അതാണ് പാണക്കാട് സയ്യിദ് ശിഹാബ് തങ്ങളുടെ മാതൃകാപരമായ നേതൃപാടവം. വ്യക്തിഹത്യ നടത്തില്ല, തനിക്കുറപ്പില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കില്ല, തന്നോട് വിരോധം പുലർത്തുന്നവരോട് പോലും സൗമ്യമായി പെരുമാറുന്ന രാഷ്ട്രീയ ജീവിതം. ഈ സൗമ്യതയുടെ രാഷ്ട്രീയമാണ് വിജയിക്കുകയെന്ന് ശിഹാബ് തങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. വലിയ മനപ്രയാസമുണ്ടാവുമ്പോൾ മുഖമൊന്ന് ചുവക്കും. ആളുകൾ പറയാറ് അതാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ആകർഷണീയമായ ഒന്ന് ക്ഷമാശീലമാണ്. ശിഹാബ് തങ്ങളുടെ ക്ഷമാശീലത്തെക്കുറിച്ച് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്: സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് മുഖപ്രസംഗത്തിൽ വിശേഷിപ്പിച്ചത് മതേതര രാഷ്ട്രീയത്തിന്റെ പ്രവാചകൻ എന്നാണ്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട പ്രക്ഷുബ്ധമായ വേളയിൽ നിങ്ങൾ സമാധാനം പാലിക്കണമെന്ന് കൊടപ്പനക്കൽ തറവാടിന്റെ പൂമുഖത്തിരുന്ന് ആഹ്വാനം ചെയ്ത പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ മതേതര കേരളം നന്ദിപൂർവ്വം സ്മരിക്കണം. കേരളത്തിന്റെ മതേതര ചട്ടക്കൂട് തകരുമെന്ന് കണ്ട ഓരോ ഘട്ടങ്ങളിലും ആ പ്രതിസന്ധിയെ പ്രതിരോധിക്കാൻ ശിഹാബ് തങ്ങൾ മുൻപന്തിയിൽ തന്നെ നിന്നു. നീണ്ട 34 വർഷം മുസ്ലിം ലീഗിനെ സമർത്ഥമായി മുന്നോട്ട് നയിച്ച ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു ശിഹാബ് തങ്ങൾ. മികച്ച നേതൃപാടവം ഉണ്ടായിട്ടും നിരവധി അവസരങ്ങൾ മലർക്കെ മുന്നിൽ തുറന്നിട്ടിട്ടും അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്ന അദ്ദേഹത്തിന്റെ പൊതുജീവിതം മാതൃകാപരമാണ്. കേരളത്തിലെ നൂറുകണക്കിന് മഹല്ലുകളുടെ കാളിയായിരുന്ന ശിഹാബ് തങ്ങൾ സമസ്തയുടെ കീഴിലുള്ള ജാമിയ നൂരിയ പോലുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു. കേരളത്തിൽ അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ മറ്റൊരു ക്യാമ്പസ് തുടങ്ങാനുള്ള നിർദ്ദേശത്തിന് പിന്നിലും ശിഹാബ് തങ്ങളാണ്. 2009 ഓഗസ്റ്റ് 1 ഹൃദയാഘാതത്തെ തുടർന്ന് ശിഹാബ് തങ്ങൾ അന്തരിക്കുമ്പോൾ മലപ്പുറത്തേക്കാണ് രാജ്യം ഉറ്റുനോക്കിയത്. ആദരണീയനായ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്കു കാണാൻ ലക്ഷങ്ങളാണ് തടിച്ചുകൂടിയത്. കൊടപ്പനക്കൽ തറവാടിന്റെ പൂമുഖത്ത് സൗമ്യതയുടെ ആ നിറപുഞ്ചിരി എന്നേക്കുമായി അണഞ്ഞു. എങ്കിലും മരിക്കാത്ത ഓർമ്മയായി അദ്ദേഹം ജനഹൃദയങ്ങളിൽ വസിക്കുന്നു. മുസ്ലിം സമൂഹം ഏറെ കഷ്ടതകൾ അനുഭവിക്കുന്ന വർത്തമാന ഇന്ത്യൻ സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങളിൽ മുസ്ലിം ലീഗിൽ അദ്ദേഹത്തിന്റെ വിടവ് പ്രത്യക്ഷമാവുകയാണ്. ഒരിക്കലും നികത്തപ്പെടാൻ കഴിയാത്ത വിടവായി അത് അവശേഷിക്കുന്നു. കേരളീയ മുസ്ലിം ഉമ്മത്തിനെ നേരായ പാതയിൽ നയിക്കാൻ ശിഹാബ് തങ്ങളില്ല. പക്ഷേ അദ്ദേഹം ബാക്കി വച്ച ആശയ ആദർശങ്ങളെ നെഞ്ചേറ്റുന്ന അനേകായിരങ്ങളുണ്ട്. ആ ആദർശങ്ങളിലൂടെ ശിഹാബ് തങ്ങൾ ജീവിക്കുന്നു.